ஏலோ வாடா போடா ஏலையா ஏலோ வாடா போடா ஏலையா ஏலோ வாடா போடா ஏலையா ஏலோ வாடா போடா അച്ഛാ ആടുതോമാ ചേ മിണ്ടാടാ തോമാച്ചായ എടാ പൂക്കോയി പൊലയാടി മോനെ, നീ കൊച്ചിന്ന് ആളുകൾ ഇറക്കി എന്നെ തല്ലിക്കോ. അല്ലോ ആറ്റടാ മണ്ണിനെ. തല്ലിപ്പൊളിക്കോടാ. കുറുപ്പേട്ട ഒരു മുണ്ടിങ്ങ. അല്ല, പൂക്കോയ്ക്കും അവന്റെ വാടാ പോടാക്കും രണ്ട് ചളക്ക് ആവശ്യം. ആടുതോമ വന്നിരുന്നോ? വന്നു. എവിടെ പോയില്ല മോനെ. എങ്ങോട്ട് പോയി? അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം. എന്താ കുറുപ്പേ പ്രശ്നം? പ്രതിഭ ട്യൂട്ടോറിയല് പൂക്കോയുടെ കിട്ടത്തിലായിരുന്നല്ലോ. പഠിക്കാൻ പോയ മോള് മാഷ് കയറി അങ്ങ് പ്രേമിച്ചു. പൂക്കോയെ സമ്മതിക്കോ? ആമത്തായിട്ട് ട്യൂട്ടോറിയൽ അങ്ങ് പൂട്ടി. ചോദിക്കാൻ ചെന്ന മാഷ് പൂക്കോയുടെ വാടാ പോട എടുത്തിട്ടൊന്ന് പെരുമാറി. മാഷ സങ്കടം സഹിക്കാതെ തോമാച്ചൻ ബലം പ്രയോഗിച്ച് താക്കോല് തിരിച്ചു വാങ്ങി കൊടുത്തപ്പോ തുടങ്ങിയതാണ് ഈ പ്രശ്നം. അത് പഴയ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം സാറേ, ഇന്നത്തെ പ്രശ്നം നമ്മൾ പറയാം സാറേ. തോമാച്ചായന്റെ അടുത്ത് മൊയിലാളിയുടെ വാടാ പോടെ കൂടെ നടക്കാഞ്ഞിട്ട് കൊച്ചിന്ന് നമ്മളെ ജാതിക്കാരെ കൊണ്ടുവന്നു. കോട്ടപ്പുറത്തിട്ട് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു ഒരുപാട് തല്ലിച്ചു. തോമാച്ചായൻ വിടുവോ? ഇങ്ങ് വന്ന് ഇറങ്ങിയതും പട്ടാളം വന്ന് ഇറങ്ങിയച്ച് പോയതുപോലെ ആയിരുന്നു. നല്ല ചൊളതലയിടി. അവന്റെ ഭാഗ്യത്തിന് പുതിയ എസ് ഐ കുറ്റിക്കാട സാർ ചാർജ് എടുക്കുന്നത് നാളെ ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ചൊളചൊള അവന്റെ മുതുക തിരുന്നേനെ. ഏക്കത്തില്ല. നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ഇരുന്നാഴി ചോര മതി. തോമാച്ചായൻ ആനയോടിച്ചു നിൽക്കും. ഡബിൾ ചങ്ക.
എടേ എന്താടേ എന്റെ ചോര മതിരിക്കുന്നുണ്ടോ? കൽക്കണ്ടത്തിന്റെ സ്വാദ്. നിന്റെ കണ്ടുപിടുത്തം കൊള്ളാലോടി. നാളെ തന്നെ ഒരു ഡോക്ടറെ കണ്ടുകളയാം. തോമയ്ക്ക് ഷുഗർ ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞേക്കാം. അയ്യോ, ഷുഗറൊക്കെ മനുഷ്യന്റെ ചോരക്കകത്തല്ലേ. ആട്ടിൻ ചോരക്കകത്ത് ഷുഗർ ജീവിക്കില്ല. ആണോ? Hello. Mic testing. Very many sounds. Hello. Check. Hello. എന്താ മോളെ? എന്തിനാ കരയുന്നത്? അച്ഛൻ എന്നെ തല്ലി. ഹലോ. മൈക്ക് ടെസ്റ്റിംഗ്. കുട്ടപ്പെട്ട ആഹാ. തോമാച്ചിയ വന്നില്ലേ? ബഷീർ മാഷത് എവിടെ പോയിരിക്കായിരുന്നു? തനിക്ക് വേണ്ടി തോമാച്ചായ നടത്തി പുക്കാറൊന്നും താൻ അറിഞ്ഞില്ലേ? ഞാൻ ഇന്നലെ വളരെ രാത്രിയിലാ വന്നേ. ഉമ്മയും കൊണ്ട് മലപ്പുറത്ത് പോയിരിക്കായിരുന്നു. അറിഞ്ഞതു ഏത് പാതിരായ്ക്കാണേലും വന്ന് കണ്ടായിരുന്നു. തോമാച്ചായന് എന്ത് സന്തോഷമായനെ. ഓട്, ഒരു ചുള്ളിക്കവലെ കാണും. എന്താ ബഷീറെ? ഒരു ബന്ധവുമില്ലാത്ത എനിക്ക് വേണ്ടി തോമാച്ചൻ ജീവൻ വെച്ച് വില പറഞ്ഞു. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. പ്രതിഭ തുടങ്ങാനുള്ള എന്റെ ആവേശം തുടർന്ന് പഠിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. എന്റെ PhD-യുടെ റിസൾട്ട് അറിഞ്ഞാലുടൻ ഞാൻ ഈ പ്രതിഭ നിർത്തിക്കൊള്ളാം. അപ്പൊ നിന്റെ മേത്തച്ചയെ ആര് പഠിപ്പിക്കോടാ? ഈ പൂട്ട് ഞാൻ വാങ്ങിച്ചതാ. നിന്റെ പണത്തിന്റെ ഹുങ്ക് പാവപ്പെട്ട ഇവനോട് കാണിക്കരുത്. ഇവന്റെ പ്രതിഭ നിന്റെ തട്ടേല. ആക്രി കടയ്ക്ക് കൊടുത്തതൊന്നുമല്ല, കോളേജ് നടത്താൻ കൊടുത്തതാ. വാടക കൃത്യമായി തരുന്നുണ്ടല്ലോ. ഇനി പൂട്ടരുത്. എടുക്കടാ. ഐശ്വര്യമായിട്ട് നീ നിന്റെ കൈ കൊണ്ട് ആ പൂട്ട് മാഷിന് കൊടുക്ക്. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. മുന്തസേ, പ്രതിഭയുടെ ഒരു താക്കോല് നിന്റെ കയ്യിരിക്കട്ടെ. ഇവൻ തുരുമ്പിക്കാതെ വല്ലപ്പോഴും എണ്ണയിട്ട് സൂക്ഷിച്ചോ. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്തിനാ? പൂക്കോയിനടിച്ചേന്. അപ്പൊ പൂക്കോയി അടിച്ചാ സ്വർണം തരും അല്ലേ? ഉറപ്പിക്കട്ടെ. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. Stand up. A squared minus B squared is equal to? A plus B into The? A plus B into Huh? Silence. പറയൂ. B into അല്ല. A squared minus B squared is equal to A plus B into A minus B. ഇനി ലാത്തി അടിച്ചിരുന്ന നിന്റെ തലമണ്ട ഞാൻ പൊട്ടിക്കും. ചാക്കോ മാസ്റ്ററിന് ഏത് കഴുതയും കണക്ക് പഠിക്കും. കഷ്ടപ്പെട്ട് ട്യൂഷൻ ഫീസിൽ നിന്ന് നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് പഠിക്കാൻ. മനസ്സിലായോ? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നാൽ കാശിന് വിലയില്ലാതെ തെക്ക് വടക്ക് തെണ്ടി നടക്കേണ്ടി വരും. ചാക്കോ മാസ്റ്ററെ അനുസരിക്കാതെ പോയതിന്റെ ഒക്കെ ഗതി അവരോട് ചോദിച്ചാൽ അറിയാം. കടുവ 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 കടുവ. സൈലൻസ്. എന്താ പൊന്നമ്പച്ചി മുഖം കലമ്പോടെ വീർപ്പിച്ചു വെച്ച്? നിന്റെ പൊന്നും വെള്ളിയൊന്നും വേണ്ട. വേണ്ട. എന്താ പേര്? തോമാച്ചാ, നീ ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോടാ? എങ്ങനെ അറിയൂല്ലേ?
വീട്ടിൽ കേറിയിട്ട് വേണ്ടേ? പെങ്ങളെ പെണ്ണ് കാണാൻ ഞായറാഴ്ച വരിക. വല്യേട്ടൻ എന്തിയും ചോദിച്ചാ ഒന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും ഇവിടെ ഉണ്ടായാ കൊള്ളാം. ദേ വല്യേട്ടന്റെ താറാമുട്ട റോസ്റ്റ്. എന്താടി ചെറുക്കന്റെ പേര്? ജെറി. എന്താ പണി? ഗൾഫിൽ ഏതോ ഇംഗ്ലീഷ് കമ്പനിയില്ല, കെമിക്കൽ എഞ്ചിനീയർ. അത് കൊള്ളാമല്ലോ പൊന്നമ്മേ. തോമാക്ക് എഞ്ചിനീയർ ആകാനേ കഴിഞ്ഞുള്ളൂ. വരുവനായ എഞ്ചിനീയറെ കിട്ടിയല്ലോ. താറാമുട്ട ഒറ്റമൂലി, ഉളുക്ക്, ചതവ്, ക്ഷയം, കഫക്കെട്ട് ഇവയ്ക്ക് താറാമുട്ട ഗോമൂത്രത്തിൽ പുഴുങ്ങി വാചാലശുനാദിഘൃതത്തിൽ ചാലിച്ച് നായിങ്കുറണ സിന്ദൂരം മേമ്പടി ചേർത്ത് രാത്രി അത്താഴത്തിന് ശേഷം സേവിച്ച് സുഖമായി കൂർക്കം വലിച്ചുറങ്ങുക. മൂലക്കുരുവിന് ഒറ്റമൂലി താറാമുട്ട, മുക്കൂറ്റി സമൂലം ഇടിച്ചു പിഴിഞ്ഞ ചാറിൽ താറാമുട്ട അടിച്ചു ചേർത്ത് ആംലേറ്റ് ഉണ്ടാക്കി തിന്നാൽ മൂലക്കുരുവിന് ഉത്തമമാ മാഷേ. പൊന്നമ്മ 2 വളയങ്ങി ഒരിക്കേ. എന്തിനാടാ? ഒന്ന് പണയം വെക്കാനാ, വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്. വണ്ടിക്ക് പണിയോ? ഇഞ്ചിൻ പണി? അതെ പൊന്നമ്മച്ചി, വണ്ടിക്ക് ഇഞ്ചിൻ പണി. ലോറി ഓടിച്ചു കിട്ടുന്ന കാശൊക്കെ എന്തോ ചെയ്യുവാടാ? അതല്ല എന്റെ പൊന്നമ്മച്ചി, എഞ്ചിൻ പണിക്ക് മാത്രമേ തകത്തുള്ളൂ. എന്റെ മോനെ, എന്നാ പിന്നെ നിനക്ക് പുതിയൊരു എഞ്ചിൻ വാങ്ങിച്ചു വെച്ചൂടെ? പൊന്നമ്മച്ചി എന്നെ പറഞ്ഞു കൊടുക്ക്. ആ മണൽ വാരി തുരുമ്പിച്ച പഴയ എഞ്ചിൻ കളഞ്ഞേച്ച് ഒരു പുത്തൻ എഞ്ചിൻ പൊന്നമ്മച്ചി എന്നെ വാങ്ങിച്ചു കൊടുക്ക്. എന്നാ കൊണ്ടിരുന്ന് എഞ്ചിൻ നന്നാക്കാൻ നോക്ക്. മിച്ചവിന് 2 എണ്ണേ ഉള്ളൂ. എല്ലാം കൂടെ എടുത്തങ്ങ് തരും. ഞാൻ വിട്ടു. കൊപ്പേ വാ. മാറിക്കടാ തോമാച്ച, നമ്മുടെ പുതിയ SI കുറ്റിക്കാട് സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ കാര്യം? കുട്ടനാട്ടെ ചങ്കിലെ ചോരോടിക്കുന്ന ആടുതോമയെ സാറിന് നേരിട്ട് പരിചയപ്പെടണമെന്ന്. എന്തിനാ? ആടുതോമയ്ക്ക് കുറ്റിക്കാടന്റെ പെങ്ങളെ കെട്ടിച്ചേരാനാണോ? നീ എന്താ പറഞ്ഞേ? ഏമാന്റെ പെങ്ങളെ കെട്ടിച്ചേരണമെന്നോ? അത് പറഞ്ഞ് ഉറപ്പിക്കാനാ വിളിക്കുന്നേ. എന്താ ഏമാനോട് പറഞ്ഞേരേ, തോമ വേറെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്. അത് അവിടെ ഒന്ന് പറഞ്ഞാ മതി. മണിയാ, നിന്നെയും കൊണ്ടേ പോവൂ. ബുദ്ധിമുട്ടും. നിന്നെ കെട്ടിവലിക്കാൻ പോലീസ് ജീപ്പിന് ശക്തിയുണ്ട്. വിളിച്ചോണ്ടോ ഇല്ലേ? കഴിഞ്ഞ പെരുന്നാളിന്റെ ബാക്കിയാൻ തീർക്കും. നീ മൂക്കൊണ്ട് പടിയണം. എനിക്കറിയില്ല. അവൻ വന്നില്ല സാർ. അവനെ വിളിച്ചപ്പോ ചോദിച്ചത് സാറിന്റെ പെങ്ങളെ തരുമെന്നാ. അങ്ങനെയല്ല സാർ, കുട്ടനാടിന്റെ ചങ്കിലെ ചോര കൊടുക്കുന്ന സ്ഥലം റൗഡിയെ സാറിന് കാണുമെന്ന് പഞ്ചത് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ സാറിന്റെ പെങ്ങളെ തരുമെന്നാ ചോദിക്കാ. സാറിന്റെ പെങ്ങളെ തരുമെന്നല്ല മടിയാ, സാറിന്റെ പെങ്ങളെ കെട്ടിച്ചു തരുമെന്നാ ചോദിച്ചേ. രണ്ടും ഒന്നല്ലേ എന്റെ പിള്ളേർ? അല്ല, ഒന്നല്ല. ഇയാളെ ന്യായീകരിക്കുന്നത് ഇയാളുടെ മകനെ അവനെ ഒന്നിച്ചു പഠിച്ചതുകൊണ്ടാ. സാറിന്റെ പെങ്ങളെ തരുമെന്ന് ചോദിച്ചാൽ നാക്കം മുറിക്കണം സാർ. ഇവിടെ ഇല്ല. എഴുന്നേൽക്കടാ. നീ ഇവിടെ സൗണ്ട്സ് നടത്താണോ ക്ലബ്ബ് നടത്താണോടാ? സൗണ്ട്സ് ആണ് സാർ. ആരടാ അവൻ? തോമാച്ചായൻ എന്റെ ദൈവമാണ് സാർ. ദൈവമാണ് അവൻ. അതെ സാർ, എന്റെ ദൈവമാണ്. എന്താണ് പറഞ്ഞേ? അടിക്കരുത്. വണ്ടി ഇടിച്ച് ഓടയിൽ കിടന്ന് എന്റെ പൊന്നു മോക്ക് ചോര കൊടുക്കാൻ ഇവിടെ ഒരു പുല്ലനുണ്ടായിരുന്നില്ല. എന്റെ തോമാച്ചായനെ ഉണ്ടായിരുന്നുള്ളൂ. കടപ്പാടിന്റെ അർത്ഥം ചോദിക്കരുത് സാർ. ആ പോകുന്നത് അവന്റെ പെങ്ങളാണ് സാർ. ഓഹോ, കടിച്ച പാവനത്തിനെ തിരിച്ചു വരുത്തി വിഷം ഇറക്കിയാലും. ഹലോ, ഒന്നവിടെ നിന്നേ. എങ്ങോട്ടാ?
ബലം പിടിക്കല്ലേ. എന്താ മോളെ നിന്റെ പേര്? ഞാനൊന്നും ചെയ്തില്ല കൊച്ചേ. എന്തിനാ കരയുന്നേ? വേണ്ട സാറേ, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാഷയുടെ മോളാ. താൻ പോടാർന്നു. വാടി, നിന്റെ പൊന്നാങ്ങളെ എനിക്കൊന്ന് കാണണം. കേറി, കേറാൻ. ഇൻസ്പെക്ടർ, എന്റെ മകൾ എന്ത് കുറ്റമാണ് ചെയ്തത്? പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച ആൾ എന്ത് വ്യാഖ്യാനിക്കുമെന്ന് അറിയില്ലേ? അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത തെണ്ടിക്ക് തന്തയുണ്ടെന്ന് മനസ്സിലായി. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച SIയുടെ പെങ്ങളെ തരുമെന്ന് ചോദിച്ചവന് പെങ്ങളുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ തോമ, ആട് തോമ. എന്തിനാ വിളിപ്പിച്ചേ? എന്റെ പെങ്ങളെ തരാനടാ. എന്താ സാർ? ആ പ്രയാസം കാണിക്കുന്നില്ല. നിന്റെ കണ്ണാടി വേണ്ട സാറേ, വിട്. ഓടോടുന്നു വേണം പിടി. ആഹാ, ഈ കുട്ടിക്കാരനെ ഇപ്പൊ കാണിച്ചു തരാടാ. നിന്നെ നിന്നെ ഞാൻ നീ തുണി പറിച്ചെടുക്കല മോനെ. വേണ്ട വല്യേട്ടാ, ഒന്നും ചെയ്യരുത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യല്ലേ വല്യേട്ടാ. നോക്കുന്നോടാ, നിനക്കെന്റെ പെങ്ങളെ വേണോടാ. നിന്റെ മുമ്പ് കൊമ്പ് കുത്തിയ SI സോമനല്ലടാ കുറ്റിക്കാരൻ. 4 ദിവസം പച്ചവെള്ളം കൊടുക്കരുത്. അവിടെ കേൾക്കട്ടെ. നോക്കി പേടിപ്പിക്കുന്ന പന്നക്കെടുത്തവനെ ഇടിച്ചതിന്റെ. സാർ, ഒരപേക്ഷയുണ്ട്. എന്റെ മോടെ കൈക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാനവൻ ദ്രോഹി. ഇവനെ പുറത്തു വിടരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് കെട്ടിച്ചു വിട്ടോട്ടെ, പ്ലീസ്. ഇവിടെ വരാൻ. കൊച്ചപ്പ, മോള് കഴിയാതെ വീട്ടിൽ പോ. എങ്ങനെയെങ്കിലും ഇറക്കണം. നമസ്കാരം. എന്റെ കർത്താവേ, പൂക്കോയുടെ ഡിംപിൾ സ്കോച്ചിന്റെ ഒരു പവറേ എന്റെ ചെറുക്കനകത്ത്. ഇത് ഞങ്ങളുടെ വക്കീല സൂര്യനാരായൺ. അയ്യര. ഞാൻ ചെറുക്കന്റെ കൊച്ചാപ്പന മണിമല വക്കച്ചൻ. സാറേ, ആ ജാമ്യം കൊടുത്താട്ടെ. എന്നാ ഞാൻ വരട്ടെ സാറേ. നീ SI സോമശേഖരനെ ഇടിച്ച് കിണറ്റിലിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായല്ലോ. നിന്റെ നല്ല പ്രായത്തിൽ കുത്തി നടക്കാൻ ഈ വടി ഇരിക്കട്ടെ. സോറി. എടാ തുണി എടുത്തോണ്ട് പോടാ. വക്കീലേ വന്നാട്ടെ. എടാ ഉട്ടപ്പാ, വണ്ടി ഒന്ന് തിരിച്ചേ.
രാജു ഏത് മാളത്തിൽ ചെന്ന് വിളിച്ചാലും ബാലൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കില്ല. ദേ വിചാരിച്ച എന്റെ ഒക്കെ കൂലി നീ എനിക്ക് പണ്ടേ തന്നില്ലേ രാജു? വേണ്ടത്ര ഇത് കണാരേട്ടന് വേണ്ടി, ഇതെന്റെ രാജിമോക്ക് വേണ്ടി, ഇതെനിക്ക് വേണ്ടി. ഒരു കണക്ക് തീർത്തു. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം ജാനകി നായകം രാമചന്ദ്രം ഭജേ അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധിയാരം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം വാസുദേവം ഭജേ.
കൊച്ചൂട്ടി വിസ്തരിച്ച പിന്നെ മതി. ആദ്യം തൊട്ട് കൂട്ടാൻ വല്ലോണ്ടെങ്കിൽ താ. കഴിക്കാറായിരിക്കണോ? ഇനി വേറെ വിസ്തരിക്കാൻ നിക്കണ്ടച്ചാ. ഇനി രാത്രി മുഴുവൻ അയ്യോ ആവൂന്ന് ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അച്ഛൻ. രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനമായതുകൊണ്ട് ഒരു ലേശം എടുക്കണമെന്നേ ഉള്ളൂ. എന്നും ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ, അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ? എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു. പോണോ ഉദ്ദേശില്ല. ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്. ആ, പപ്പടം തീർന്നു. ഒരു വാരസോപ്പും വേണം. പിന്നെ വേറൊന്നും വേണ്ട. തെക്കേമലയിൽ ആരാച്ച തീയിട്ടിരിക്കണ? എവിടെ? കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ? ഇവിടെ കരിക്കാൻ എവിടെ മരം? ഞാനൊന്ന് നോക്കിട്ട് വരാൻ നാണോട്ടാ. അതാ ഇരുളര് വലതും ചുട്ടു തന്നെയാവും. താ ഇരിക്കടോ. ബ്ലോക്ക് ഓഫീസിൽ അർജി കൊടുത്തില്ലേ? കൊടുത്തില്ല. വിവരം അന്വേഷിച്ചു. സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ. എന്തിനാ വേണ്ടാന്ന് നോക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കടോ. അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടനും ഇതൊരു പതിവാക്കിയല്ലേ? എന്നും നാണോട്ട് സ്വന്തം കൃഷിയില്ലേ കഴിക്കണേ. ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി. പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പൻ ചെണ്ടി തന്നെയാ. കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം അല്ലേ രാഘവ? അച്ഛാ, രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട. പപ്പടം, സോപ്പ് അത്രയല്ലേ ഉള്ളൂ. കണക്ക് ഞാൻ പിന്നെ തരാം. ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്. അച്ഛനത് കൊടുത്തോ? കണക്ക് ചോദിച്ചോ? തുടങ്ങിയ അവളുടെ ഒരു കണക്ക്. ഇങ്ങനെ നുള്ളുനുറുങ്ങ് കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു ചേപ്പറയല്ലേ കൊച്ചൂട്ടി? അന്യന്മാരല്ലല്ലോ. കൊച്ചൂട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയാൽ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വയ്ക്കേണ്ടി വരുമല്ലോ. അത് വ്യത്യാസമുണ്ട്. രാഘവേട്ടന് അനുഭവം ഒന്നും എടുക്കാറായിട്ടില്ലല്ലോ. അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാ പറയണേ. കാശ് വരും പോവും. ഞാനത്ര സാരാക്കാറില്ല. ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ, ഇത് സാധനം നന്ന്. അവരാച്ചൻ ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. അവറാച്ചന് 6 മാസത്തിൽ 50,000 60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം. അത് കണ്ട് അച്ഛനിവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ. മുൻകോപം. ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. രാമാ, ഒരു 3 ആള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും. ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല്ല. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണോ? മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവനാ ചോദിക്കണേ അല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു എന്ന്. അങ്ങനെ പറയൂ. രാഘവന്റെ നാട്ടിൽ നിന്നാ അല്ലേ? വരൂ, അവിടെയാ. എടോ രാഘവ, എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്താനം പറഞ്ഞ് എന്റെ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചോട്ടി, 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്.
നെല്ലും കാശും തീർന്നാ വരും. അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. ആ, രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവോന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചെലപ്പോ കേറിയിരിക്കൂ. രാഘവനെ കണ്ടില്ലേ? അവിടെ ഇല്ല. ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയതാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നത് ജീപ്പിലോ? ജീപ്പില്. കരി കയറ്റാൻ പറഞ്ഞ ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണുകെട്ടിന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാപ്പോ നന്നായേ. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. കൊച്ചൂട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നുകയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ. ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലി കയറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നൂ. ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തരും ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ? ബാലന്റെ വീടിനൊന്നും പറ്റിയില്ല. എന്റെ വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയായി രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയൊന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ, വീടും മുതലും ഒക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചോ. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ, പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമാസ് നായ്ക്കരെ. ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നി ഇറങ്ങും. ഇപ്പൊ ഒരു നേരം പീടിക. കണ്ടില്ലേ? അച്ഛന് ചായ വേണോ? വേണ്ട, നമുക്ക് നെല്ലുണക്കാനുണ്ടേ കൊച്ചോട്ടിയെ. നാട്ടില് കൃഷിയുണ്ടോ? ഇപ്പോഴില്ല. നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒരു ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങേണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പാ രാഘവന്. ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കണ ഒരു തള്ളയുണ്ട്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം 1 ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ലേ കൊച്ചോട്ടിയെ? അത് സാരമില്ല. പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസാ. എനിക്കതാ ദേഷ്യം. ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം. ഇരിക്കുന്നു. ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി വന്നിട്ട്, കുളിക്കണോ? ഇത് അങ്ങോട്ട് ഇറങ്ങിയ ഞങ്ങളുടെ പുഴയാണ്. നല്ല അസല് വെള്ളം, തോർത്ത് വേണം. വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം. നടന്നോ? ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ല രാമ. ചെല്ലേ. എന്തോ ഒരു ബേജാറും കൊണ്ടാ ഈ ചെങ്ങായി വന്നിരിക്കണേ അല്ലേ കൊച്ചോട്ടിയെ? മിണ്ടാട്ടം കുറവാ. അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൾക്ക് പറയാൻ ഇടകിട്ടിട്ട് വേണ്ടേ?
അതുകൊണ്ട് മിണ്ടാത്താവും. നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു, വെട്ടുക്കിളിന്ന്. എപ്പോഴും വായ കൂട്ടൂല. വായിലെ നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛന്റെ കൂടെ ഈ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത്. എന്നും അതെനിക്കൊരു അതിശയാ. അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ ഇരുന്നു? അമ്മ മോഹിച്ച തെറ്റൊന്നുമില്ല. ഓ പിന്നെ കാമദേവന് വയസ്സായാലും ഇങ്ങനെ ഇരിക്കുമല്ലേ? നാഗമ്മേ, പശുവിന് വെള്ളം കൊടുത്തോ? രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട്? 2 ഏക്കർ. അത് ചെറിയ വിലയ്ക്ക് കിട്ടി. പിന്നല്ലേ പള്ളിക്കാര് മലവാരം വാങ്ങി വില കൂട്ടിയത്. കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന്. ഓരോ സമയത്ത് ഓരോന്ന് പറയും. 10,000-15,000 കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ? പണം കൊടുത്തോ? കൊടുത്തിട്ടില്ല. ആ കാശ് കൊണ്ടൊരു ചെറിയ വീടുണ്ടാക്കാലോ. അച്ഛൻ അതാ പറഞ്ഞത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞാ അച്ഛൻ കേക്കില്ല. അത്രയ്ക്കൊക്കെ കാശുണ്ടോ രാഘവന്? 2 ഏക്കർ നിസ്സാര വിലക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ. നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിയിട്ടൊന്നുമില്ല. രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അത്ഭുതം. അച്ഛന്റെ ഉപദേശമാണ്. അങ്ങാടിയിൽ വെച്ച് യാദർച്ചയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ. അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെ ഇനി ഉപദേശം തുടങ്ങും, നോക്കിക്കോളൂ. നാണുവേട്ടനൊരു സഹായായി രാഘവൻ വന്നതല്ലേ? പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ. ഹിന്ദി പാഠം സമാപിക്കുന്നു. ഓ 9 അരിയിടാൻ നോക്കട്ടെ. സമയം ഇത്ര കൃത്യമായിട്ട്? അതിനല്ലേ ആകാശവാണി. ഹിന്ദി പാഠം കഴിഞ്ഞ അരിയടുപ്പത്തിടാന്ന കണക്ക്.